ഡൽഹിയിലെ ശിശ് മഹലുകളെ കുറിച്ച് നമ്മൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ആഡംബര മന്ദിരമാണ് ശിശ് മഹൽ. ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ ശിശ് മഹലിനെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി കെജ്രിവാൾ, ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഈ ശിശ് മഹലാണ് തൻ്റെ ഔദ്യോഗിക വസതിയായിട്ട് തിരഞ്ഞെടുത്തതും താമസിച്ചിരുന്നത്. ആഡംബരം നിറഞ്ഞ മതി ഒരു സാധാരണക്കാരുടെ പാർട്ടിയാണ് AAP എന്ന് പറഞ്ഞ് ചൂലുമായി വന്ന AAP, അതിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെ ഏറ്റവും വലിയ ആഡംബര മന്ദിരത്തിലാണ് തൻ്റെ ഔദ്യോഗിക വസതിയായിട്ട് തിരഞ്ഞെടുത്തത് എന്നത് അന്ന് വലിയ ആക്ഷേപമുയർന്നതാണ്. എന്തായാലും അദ്ദേഹം ഈ മദ്യനയ കേസിൽപ്പെട്ട് ജയിലിലാകുന്നത് വരെയും ജയിലിലായതിനു ശേഷം അദ്ദേഹം രാജിവെക്കുന്നത് വരെയും ഈ ഡൽഹിയിലെ ശിശ് മഹൽ എന്ന് പറയുന്ന വലിയ ആഡംബര മന്ദിരത്തിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്, ഔദ്യോഗിക വസതിയായിട്ട് വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ മുഖ്യമന്ത്രി കെജ്രിവാൾ രാജിവെച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന അതിഷി, മുഖ്യമന്ത്രിയായ അതിഷി ഈ മന്ദിരം താമസിക്കാൻ എടുത്തിട്ടില്ല. അവരത് തയ്യാറായില്ല. പകരം അവർക്ക് മറ്റൊരു വീട്, ഒരു ചെറിയ വീട് മതി എന്ന് പറഞ്ഞ് അവർ അത് PWD ആവശ്യപ്പെടുകയും അങ്ങനെ ചെറിയ വീടാണ് അവർക്ക് കൊടുത്തത്. പക്ഷേ അതോടുകൂടി PWD ശിശ് മഹലിന് പൂട്ടിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ശിശ് മഹൽ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. മുഗൾ ഭരണകാലഘട്ടത്തിൽ ആഡംബരങ്ങളുടെ പ്രതിബിംബമായിരുന്നു ശിശ് മഹലുകൾ അഥവാ സ്ഫടിക കൊട്ടാരങ്ങളാണ്. രാജാക്കന്മാർ താമസിച്ചിരുന്ന കോട്ടകൾക്കുള്ളിൽ വിലയേറിയ വെളുത്ത മാർബിളും ദർപ്പണങ്ങളും പവിഴങ്ങളും മുത്തുകളും പതിച്ചതാണ് ശിശ് മഹലുകൾ. അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നതും അതിൻ്റെ രീതി അങ്ങനെയാണ്. അത്യാഡംബരത്തിൻ്റെ ഈ മഹലുകൾക്കുള്ളിലെ നൃത്തവും പാട്ടും രാജവാഴ്ചക്കാലങ്ങൾ ഉണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിമാർക്ക് പല ദുഷ്പേരുകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും പിന്നീട് കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ കൊട്ടാരത്തിലെ പാട്ടും നൃത്തവുമെല്ലാം. അതൊക്കെ നടക്കുന്നത് ഈ സ്ഫടിക കൊട്ടാരത്തിലാണ്, ഈ ശിശ് മഹലിലാണ്. പല ലാഹോറിലും ആഗ്രയിലും പാട്യാലയിലും അജ്മേർ കോട്ടയിലും ജയ്പൂരിലും മധ്യപ്രദേശിലെ ഓർച്ച കോട്ടയിലുമെല്ലാം മുഗൾ കൊട്ടാര നിർമ്മിതികൾക്കുള്ളിൽ ഇന്നും ശിശ് മഹലുകൾ കാണാം. അപ്പോൾ ഡൽഹിയിൽ ഒന്നിലധികം ശിശ് മഹലുകൾ ഉണ്ട്. അതിലൊന്നാണ് കെജ്രിവാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലാണ് കെജ്രിവാൾ കഴിഞ്ഞിരുന്നത്. 21ാം നൂറ്റാണ്ടിലുമുണ്ട് ശിശ് മഹലിൻ്റെ രാഷ്ട്രീയം. ക്ഷേമത്തിലൂടെയും ആദർശത്തിലൂടെയും ജനശ്രദ്ധ പിടിച്ചുപറ്റി 10 വർഷത്തോളം തുടർഭരണം നടത്തിയിരുന്ന ആം ആദ്മി പാർട്ടിയെ, AAP എന്ന പാർട്ടിയുടെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശിശ് മഹൽ അഥവാ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. കാരണം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ശിശ് മഹൽ ചർച്ചയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ ശിശ് മഹൽ എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറായത്. ഇപ്പോൾ BJP അത് വലിയൊരു ചർച്ചയാക്കാൻ, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കാൻ തന്നെ ശിശ് മഹലുകളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മേൽക്കൂര തകർന്ന തുടക്കം അതിലെ പ്രധാനമായിട്ടും ഫ്ലാഗ് സ്റ്റാഫ് റോഡിൽ 1942 നിർമ്മിച്ച 6ാം നമ്പർ ബംഗ്ലാവാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായത്. പ്രത്യേക ഓഫീസോടുകൂടി 5 കിടക്കമുറികളുള്ള വീട് ഡൽഹി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥയിലാണ് അതുണ്ടായിരുന്നത്. 2015 മുതൽ കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. വർഷാവർഷമുള്ള മരാമത്ത് പണികൾക്കിടെ 2019 അവസാനത്തിൽ കെട്ടിടത്തിലെ ശുചിമുറിയുടെ മേൽക്കൂര തകർന്നു വീണു. അതോടെ കെട്ടിടത്തിൻ്റെ സുരക്ഷാ ഓഡിറ്റ് വേണമെന്ന ആവശ്യം മന്ത്രിസഭ മുന്നോട്ട് വച്ചു. 2020 മാർച്ചിൽ അന്നത്തെ PWD മന്ത്രിയായിരുന്ന സത്യേന്ദർ ജെയിൻ താഴത്തെ നിലയിലുള്ള പുനർനിർമ്മാണവും മറ്റൊരു നില കൂട്ടിച്ചേർക്കലും അടിയന്തരമാണെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ 2020 കോവിഡ് കാലത്ത് നിർമ്മാണം തുടങ്ങി. എന്തായാലും കോവിഡ് കാലത്ത് മഹാമാരി നടക്കുമ്പോഴും അവിടെ കെട്ടിടം പരിഷ്കരിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. ഏറ്റവും അധികം അത് തലസ്ഥാനം ദുരിതത്തോട് പോരാടുമ്പോൾ സാധാരണക്കാരുടെ പാർട്ടിയായ ആം ആദ്മി, മുഖ്യമന്ത്രി എന്ന വിശേഷണത്തിൽ അധികാരത്തിലെത്തിയ കെജ്രിവാൾ കൊട്ടാരം നിർമ്മിക്കുന്നുവെന്ന ആരോപണം അന്ന് ഈ കോവിഡ് കാലത്ത് ഉയർന്നിരുന്നു. ആദ്യം ഉയർത്തിയത് BJP തന്നെയാണ് അത് ഉയർത്തിയത്. ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കുന്നതെന്ന് BJP അന്നും ആരോപിച്ചിരുന്നു. ഇന്നും അവർ ആരോപണം പുനർജീവിപ്പിച്ചെടുക്കുകയാണ്. മുറിവേൽപ്പിച്ച കൊട്ടാരം, അതായത് 2023 മേയിൽ വസതി നിർമ്മാണത്തിലെ ക്രമക്കേടിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് പരാതി നൽകിയിരുന്നു.
പിന്നാലെ മുഖ്യമന്ത്രിയുടെ ശിശുമകളിൽ നിർമ്മാണത്തിൽ BJPയും അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതോടെ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആദ്യം കോൺഗ്രസ് നേതാവാണ് ഇവിടുത്തെ ഈ ശിശുമകളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതി വന്നത്. പിന്നീട് BJPയും അതിന് പിന്നാലെ പരാതി നൽകുകയാണ് ഉണ്ടായത്. പിന്നെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പരാതി നൽകിയത്. ശിശുമഹൽ എന്ന് വിവാദത്തിന് പേരിട്ടതും BJP തന്നെയാണ്. 2023 സെപ്റ്റംബറിൽ അന്വേഷണം CBIയിലേക്ക് എത്തി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് 2024 ഓഗസ്റ്റിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 3 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ 7.91 കോടി രൂപ നവീകരണ ചെലവ് കണക്കാക്കിയിരുന്നത് 33.67 കോടി രൂപയായി ഉയർന്നു വന്ന CAG റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും പുറത്തു വന്നു. നവംബറിൽ തയ്യാറായ റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ ഇതുവരെ അവതരിപ്പിക്കാൻ AAP സർക്കാർ അനുവദിച്ചിട്ടുമില്ല. എന്തായാലും വെറും 7 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷത്തിന് രൂപ ആവുന്നത് 33 കോടി രൂപ ആയി എന്നുള്ള കണക്കാണ് AAP വെച്ചത്. ഈ ബാക്കി പണം അഴിമതി പണമാണ്, എങ്ങോട്ട് പോയി എന്നതാണ് BJP ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രചരണം. ഈ സർക്കാർ സൗകര്യങ്ങളോ സുഖ സൗകര്യങ്ങളോ അതുപോലെ ആഡംബര വാഹനങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ AMA പാർട്ടി അധികാരത്തിലെത്തിയതെന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പ്രചരണം നടത്തുന്നത്. ഈ ആം ആദ്മിക്ക് പാർട്ടി പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തതിൻ്റെ പ്രതീകമായി മാറിയെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. എന്തായാലും ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശിശുമഹലുകൾ വലിയൊരു ചർച്ചയാകുന്നു, ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചരണമാക്കുകയാണ് BJPയും കോൺഗ്രസും ഒരേപോലെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.